ഉപയോഗിക്കാതെ എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ സേവനാഴിയൊന്നും കയ്യിലില്ലെങ്കിൽ ഒരു ഇടിയപ്പമൊക്കെ കഴിക്കുന്നത് തോന്നുന്ന സമയത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അതുപോലെ നമുക്ക് കുഴച്ച് കൈ വേദനിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കണ്ടു നോക്കുക. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴക്കാലമൊക്കെ ആരംഭിച്ചതുകൊണ്ട് തന്നെ വെയിലത്ത് വയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ ധാന്യങ്ങളിലൊക്കെ പ്രാണികളൊക്കെ വരാനുള്ള ചാൻസ് ഒന്നും കൂടെ കൂടിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ടിപ്പാണ് ഇതുപോലെ ഒരു വെളുത്തുള്ളി ഒരു കുടം ഫുള്ളായിട്ട് തന്നെ ഇതേപോലെ ആ ഒരു കടലയോ പയറോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പൂഴ്ത്തി വെച്ച് കൊടുക്കുക. വലിയ കണ്ടെയ്നറിൽ കുറേ ഇട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ 2-3 എണ്ണമൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നമുക്ക് കുക്കിങ്ങിന് എടുത്തിട്ട് പുതിയ വെളുത്തുള്ളി അതിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ആ ഒരു പ്രാണിശല്യത്തിന് നല്ലൊരു മാറ്റം ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അടുത്തതും ഈ ഒരു മഴക്കാലത്ത് പറ്റുന്നൊരു ടിപ്പ് തന്നെയാണ്. കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ മരത്തിൻ്റെ ചപ്പാത്തിക്കോലോ ഇതുപോലത്തെ ചട്ടകോ അങ്ങനെ എന്ത് തന്നെയായാലും ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞെടുത്ത് നോക്കുമ്പോൾ ഒക്കെ പൂപ്പൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തിട്ട് എല്ലാത്തിലും ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് എല്ലാത്തിലും ഒന്ന് തടവി കൊടുത്തേക്കുക. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇരട്ടി പണിയോ എല്ലാത്തിലും പൂപ്പൽ വന്ന് അത് വീണ്ടും നന്നായിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കേണ്ടി വരും. അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് ഞാനൊരു കുഞ്ഞ് ഗ്ലാസ്സിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കംഫർട്ടാണ്. ഇതിൽ നിന്ന് ഒരു 2-3 തുള്ളി മാത്രം ഈ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒരു വിരൽ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇതുപോലെ ആ ഒരു വെള്ളം മാറും. നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഈ വെള്ളത്തിന്. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കാം. അപ്പോൾ ഞാനിത് ഓൾറെഡി ആക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് ഒന്ന് സ്പ്രേ ആക്കി കൊടുത്തിട്ട് അയൺ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ തുണികൾ ഉണങ്ങുമ്പോൾ ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്ക് കംഫർട്ട് തുണികളിൽ മുക്കി കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റും. എന്നാൽ അങ്ങനെ ആകുന്നതിനേക്കാളും വളരെ കുറച്ച് കംഫർട്ട് മാത്രമേ നമുക്ക് ഈ രീതിയിൽ ചെയ്യുമ്പോൾ ചിലവാവുള്ളൂ. കംഫർട്ട് ലാസ്റ്റ് ഇതേപോലെ ഒന്ന് ഒരു തുള്ളി വെള്ളത്തിൽ മിക്സാക്കിയിട്ട് സ്പ്രേ ആക്കി കൊടുത്താൽ നല്ല സ്മെല്ലും കിട്ടും, അധികം ചിലവും ആവില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ വലിയ പാക്കറ്റുകളിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ എന്തായാലും ഫുള്ളായിട്ട് നമുക്ക് കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കില്ലല്ലോ. അതിൽ നിന്ന് കുറച്ചിട്ടിട്ട് ബാക്കിയുള്ളത് എടുത്ത് വയ്ക്കാറില്ലേ. അപ്പോൾ ഈ മഴക്കാലമാകുമ്പോൾ അത് നന്നായിട്ട് സീൽ ചെയ്ത് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കേടാവാതെ കുറേ നാളിരുന്നോളും. അപ്പോൾ അതിനുള്ളൊരു സൂത്രമാണ് ഇതുപോലെ ന്യൂസ് പേപ്പറിൻ്റെ മുകളിലോട്ട് ഈ ഒരു പാക്കറ്റ് വെച്ച് കൊടുക്കുക. ഇനി ഒരു അത്യാവശ്യം കുറച്ച് തിക്നെസ് ഉള്ള ഒരു കത്തി എടുക്കുക, കുറച്ച് വലിയ കത്തി. അതിൻ്റെ മൂർച്ചയുള്ള ഭാഗമല്ല, മൂർച്ചയില്ലാത്ത ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് ഗ്യാസിൽ ചൂടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഈ ഒരു പാക്കറ്റിൽ വരച്ചു കൊടുക്കുക. കണ്ടോ ഇങ്ങനെ. അപ്പോൾ ആ ഒരു ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഉരുക്കി കളയരുത്, ഒന്ന് സൂക്ഷിക്കണേ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നല്ല വൃത്തിക്ക് സീലായിട്ട് കിട്ടും. വേണമെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 സീലാകുമ്പോൾ കറക്റ്റായിട്ട് ഒട്ടും തന്നെ എയർ കിടക്കാതെ അടിപൊളിയായിട്ട് ഇത് നമുക്ക് ഇങ്ങനെ ഇരുന്നോളൂ. ബാക്കി നമുക്ക് ഉപയോഗിക്കുന്നവരെ ഒരു പ്രശ്നവും വരില്ല. അപ്പോൾ ഇതും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് പാലിൻ്റെ കവറ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സേവനാഴി ഉപയോഗിക്കാതെ അതിന് പകരം നമ്മൾ പാൽ കവറാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ സേവനാഴിയൊന്നും കാണില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒരു ഇടിയപ്പം കഴിക്കണം എന്നൊക്കെ തോന്നിയാൽ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രിക്ക് എന്ന നിലയ്ക്കാണ് കേട്ടോ ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി എടുക്കണം. പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ, വറുത്ത അരിപ്പൊടി എടുക്കുക. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം ആ ഒരു കണക്കിന് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാണ്ട് ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ 2 ഗ്ലാസ്സൊക്കെയാണ് അരിപ്പൊടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 3 ഗ്ലാസ് വെള്ളം ചേർക്കണം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ഇതിതാ നന്നായിട്ടൊന്ന് കലക്കിയെടുത്ത ശേഷം അതിലേക്ക് ഉപ്പ് ചേർക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കുഞ്ഞു ടീസ്പൂണിൽ ഒരു 1/4 ഭാഗത്തോളം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്, നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതേപോലെ സ്മൂത്താക്കി മിക്സാക്കി എടുക്കുക. കട്ട പിടിക്കണമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് കലക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതിന് ശേഷം നമ്മളിത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോഴേക്കും ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ കട്ടയായി വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കൈ എടുക്കാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് നമുക്കിത് ചെയ്യാൻ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കില്ലേ. പെട്ടെന്നൊന്ന് ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ മറ്റേ പാത്രമാണെങ്കിൽ അടിയിൽ പിടിക്കും. ഇതാകുമ്പോൾ ആ പ്രശ്നമില്ല. ചെറിയ തീയിൽ ഇതേപോലെ
ഇളക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ തിക്കായി വരുന്നുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ, അത്രയ്ക്കാവുന്ന വരെ ഇതൊന്ന് ഇളക്കിയെടുക്കണം. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. കണ്ടില്ലേ, തിക്കായി വരുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കുഴക്കേണ്ട യാതൊരു കാര്യമില്ല. നല്ല സോഫ്റ്റായിട്ട് ഈസി ആയിട്ട് നമുക്ക് മാവ് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ സ്പൂൺ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോഴേക്കും തന്നെ അതാവും. ആ ഒരു വെള്ളമൊക്കെ വറ്റിയെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാം. എന്നിട്ടത് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കൈ തൊടേണ്ട ആവശ്യം തന്നെ വരില്ല. കറക്റ്റായിട്ട് മാവ് തയ്യാറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ നല്ല സോഫ്റ്റായ മാവ് തയ്യാറായിട്ടുണ്ട്. ഞാനിത് ഇങ്ങനെ ജസ്റ്റ് ഒരു കാണാൻ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തു എന്നുള്ളൂ. അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇതാ ഒരു പാലിൻ്റെ കവർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു മൂലഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. നമുക്ക് മാവ് അതിലേക്ക് ഇടാനുള്ള ഒരു സ്പേസ് അത്രയ്ക്ക് മതി. ഇതേപോലെ നമ്മൾ ഇതിൽ മാവ് ഇട്ടിട്ടാണ് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ലേശം വെളിച്ചെണ്ണ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാ സൈഡിലും ആയിക്കോളും. ഇനി നമുക്കിതിലേക്ക് ഇതിൽ കൊള്ളുന്ന അത്രയ്ക്കും മാവ്, ഒട്ടും ചൂടില്ലാത്ത മാവ് വേണം ഇതിൽ ഇടാനായിട്ട് കേട്ടോ. അത് ശ്രദ്ധിക്കണം. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കവറായതുകൊണ്ട് തന്നെ നമുക്ക് ചൂടോടെ ഒന്നും ഇതിൽ ഇടരുത്. ഇതുപോലെ ആവശ്യത്തിനുള്ള മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടൂത്ത് പിക്ക് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ആ ഒരു തുമ്പിൻ്റെ സൈഡിലൊക്കെ കുഞ്ഞു ഹോൾസ്, ഒരു സൈഡിൽ മാത്രം ഹോൾ ഇട്ടാൽ മതി, രണ്ട് സൈഡിൽ ഹോൾ ഇടണ്ട കേട്ടോ. ഇതേപോലെ ഒരു സൈഡിൽ നമ്മളിങ്ങനെ കുഞ്ഞു ഹോൾസ് ചെറിയൊരു ഗ്യാപ്പ് ഇടയിൽ വിട്ടിട്ട് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഹോളിട്ട് എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതേപോലെ കൂടരുത് ഹോള്. അപ്പോൾ നമ്മൾ എന്താ പറയുക, കനത്തിൽ വരും ഇടിയപ്പത്തിൻ്റെ അത്. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ മാത്രമേ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും തന്നെ മാവ് ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു സേവനാഴിയിൽ നിന്നൊക്കെ വരുന്ന പോലെ തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ആദ്യം ഞാൻ ആക്കിയപ്പോൾ കുറച്ചൊന്ന് ഹോള് ചെറുതായി പോയി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് വലുതാക്കിയപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റിയത് കേട്ടോ. അപ്പോൾ അത് കൂടാനും പാടില്ല കുറയാനും പാടില്ല, ഹോള് പാകത്തിന് തന്നെ ആക്കിയെടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ മാവ് ടൈറ്റ് ആയാലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ തന്നെ ലൂസായാലും ബുദ്ധിമുട്ടായിരിക്കും. കറക്റ്റ് ആ ഒരു പാകത്തിന് തന്നെ എടുക്കാനായിട്ട് നോക്കണേ. കണ്ടില്ലേ, അപ്പോൾ ഇതേപോലെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. നമുക്കൊരു എന്താ പറയുക, വല്ലപ്പോഴൊക്കെ മാച്ചൊന്നും കയ്യിലില്ലാത്ത സമയത്ത് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ. നല്ല സ്മൂത്തായിട്ടുള്ള മാവാണെങ്കിൽ മാത്രമേ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഞാൻ ഈ രീതിയിൽ ഇടിയപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ നൂലപ്പങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ഇതൊന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോൾ നിങ്ങൾ സേവനാഴി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും ഇതേ രീതിയിൽ കുഴയ്ക്കുകയാണെങ്കിലും നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വെള്ളം പ്രയോഗിക്കാതെ തന്നെ മാവ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചൂടാക്കിയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇടിയപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടില്ലാതെ ഇടിയപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഇടിയപ്പങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായിരിക്കും ഈ മാവ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പം കഴിക്കണം എന്നുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സും അതുപോലെ തന്നെ ഈ ഒരു ഇടിയപ്പം മേക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്